നമസ്കാരം. ഇൻഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സുസ്വാഗതം. മുങ്ങിയ കപ്പലിലെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും കരക്കടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പല തീരങ്ങളിലും പല വസ്തുക്കളും പൊട്ടിയും പൊട്ടാതെയും ഇങ്ങനെ പറന്ന് നടക്കുകയാണ്, എല്ലാം ഒഴുകി നടക്കുകയാണ്. ചിലതൊക്കെ ഉപദ്രവകാരിയും എന്നാൽ ചിലതൊക്കെ ഉപകാരപ്രദവുമാവുന്ന വസ്തുക്കളുമുണ്ട്. കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ഗ്രാനുകളിൽ മാറ്റുന്നതിനുള്ള ജോലി തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. ഇവ വൻതോതിൽ അടിഞ്ഞുകയറിയിട്ടുള്ള വലിയ വേളിയിൽ നഗരസഭയുടെ 100ഓളം ശുചീകരണ പ്രവർത്തകരും 25-ലേറെ സിവിൽ ഡിഫൻസ് പ്രവർത്തകരും രംഗത്തിറങ്ങി. ചാക്കുകൾ സുരക്ഷിതമായ സ്ഥാനത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ തീരത്ത് അടിഞ്ഞുകിടക്കുന്ന പ്ലാസ്റ്റിക് ഗ്രാനുകളുകളും കോരി ചാക്കുകളാക്കി മാറ്റുന്ന ജോലി തുടരുകയാണ്. ഒരു കണ്ടെയ്നറിന്റെ അവശിഷ്ടം വേലിപ്പൊഴിയിലും മണ്ണിൽ ഉറച്ചു കിടക്കുന്നുണ്ട്. ഗ്രാനുലുകൾ നീക്കം ചെയ്യുന്നതിന് അനുസരിച്ച് തിരയടിച്ച് വീണ്ടും കരയിലെത്തുന്നുണ്ട്. വലിയ വേലി മേഖലയിൽ ശുചീകരണ പ്രവർത്തനം നടന്നെങ്കിലും വീണ്ടും പുതിയ ഗ്രാനുലുകൾ കരയിലെത്തി. അതേസമയം പള്ളിത്തുറ ബീച്ചിൽ ഗ്രാനുകൾ നീക്കം ചെയ്തിട്ടില്ല. കാക്കകൾ ചാക്കുകളിൽ നിന്ന് ഗ്രാനുൽ കൊത്തിക്കൊണ്ടുപോകുന്നതും ആശയുണ്ടാക്കുന്നുണ്ട്. ജില്ലയുടെ തീരങ്ങളിൽ എവിടെയും പുതിയ കണ്ടെയ്നർ അവശിഷ്ടം എത്തിയില്ല. കന്യാകുമാരി ജില്ലയിൽ കുളച്ചലിന് സമീപം വാണിയക്കുടി കടൽ തീരത്ത് ഒരു കണ്ടെയ്നറും ചാക്കുകെട്ടുകളും രാവിലെ തീരത്തടിഞ്ഞു. മണവാളക്കുറിച്ചിക്കരികിൽ ചിന്നവിള കടൽ തീരത്തും പ്ലാസ്റ്റിക് വസ്തുക്കൾ കരയിലെത്തി. കുളച്ചൽ ഫയർഫോഴ്സ്, മറൈൻ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. വലിയതുറയിൽ ബുധനാഴ്ച രാത്രി അടിഞ്ഞ അജ്ഞാത വസ്തു കോട്ടൺ നൂലിന്റെ കെട്ടായിരുന്നു. കണ്ടെയ്നറിന്റെ ഭാഗവും ഇവിടെ കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്. വർക്കല, ഇടവ, പാപനാശം എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതുവരെ 200ഓളം ചാക്ക് മാലിന്യം നീക്കം ചെയ്തതായി അറിയിച്ചു. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഡ്രോൺ സർവേ വിഴിഞ്ഞം മേഖലയിൽ തുടങ്ങി. കോവളം, വെള്ളാർ മുതൽ ബീച്ച്, വിഴിഞ്ഞം തീരം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഇന്നലെ സർവേ നടപടികൾക്ക് തുടക്കമായി. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.